നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണതുണ്ടല്ലോ ഒരു ഉണ്ടപ്പലഹാരമാണ്. ഉണ്ടപ്പലഹാരം എന്നാണ് കേട്ടോ എൻ്റെ ഇല്ലത്ത് ഇതിനെ പറയണത്. ഇനിയിപ്പോൾ ഓരോ ദിക്കിലും ഓരോ പേരുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പുതിയ പലഹാരമാണോ, ആരും കേൾക്കാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതിന്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയണതുണ്ടല്ലോ വെള്ള കട്ടി ചട്നിയില്ലേ നമ്മൾ ഹോട്ടലിൽ കിട്ടണ ആ വെള്ള ചട്നിയോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മാങ്ങ നാരങ്ങ അച്ചാറൊക്കെ ഇതിന്റെ കൂടെ നന്നായിട്ട് ചേരും. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ എടുത്തിട്ട് ഇതാ ഓരോ ഉണ്ടെടുത്ത് കഴിക്കാനും നല്ല അസല് സ്വാദാണ്. എന്താ വെച്ചാൽ ഉഴുന്നുപരിപ്പ് വറുത്തിട്ടതുണ്ടല്ലോ, വറുത്തിട്ടതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇടയ്ക്ക് ഓരോ പച്ചമുളകും ഇഞ്ചിയും ഉഴുന്നുപരിപ്പ് ഇങ്ങനെ കിടുകിടുകിടന്ന് ഇങ്ങനെ കടിക്കും. അത് മാത്രമല്ല, കായം നമ്മൾ എണ്ണയിൽ വറുത്തിട്ടുകൊണ്ട് ഇതിന്റെ ഒരു വാസന തന്നെ ഒരു കായത്തിന്റെ വാസന, ആ വറവിന്റെ വാസനയാണ് വരണത് തന്നെ. നല്ല സ്വാദുള്ള ഒരു പഴയ പലഹാരമാണ്, അതുപോലെ അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെന്താ കൂടുതലൊന്നും പറയാനില്ല, കണ്ടുനോക്കൂ. ആദ്യം കുറച്ച് അവലെടുക്കണം. അവലെടുക്കുമ്പോൾ കട്ടിയുള്ള അവലെടുക്കാം, അല്ലെങ്കിൽ പേപ്പർ അവലും എടുക്കാം. കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് കഴുകാം. ഞാൻ എപ്പോഴും കഴുകിയിട്ടാണ് കട്ടിയുള്ള അവൽ ഒന്ന് കഴുകും, അതിന് ശേഷം എടുക്കാറുള്ളൂ. പേപ്പർ അവലാണെന്നുണ്ടെങ്കിൽ എന്താ വ്യത്യാസം വെച്ചാൽ നമുക്ക് കഴുകാൻ പറ്റില്ല, അത് പെട്ടെന്ന് വല്ലാണ്ട് കുതിർന്നു പോകൂല. പിന്നെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തർക്കും എത്ര എണ്ണം ഉണ്ടാക്കണം അല്ലെങ്കിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ട് അളവ് മാറ്റം വരും കേട്ടോ. അപ്പം ആദ്യം ഞാനിത് കഴുകുകയാണ്. കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്ക് വെക്കാം. ഒരുപാട് വെള്ളം ആവരുത്. നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്താൽ, നല്ലോണം മാഷ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്താൽ ഇങ്ങനെ ഉരുളകൾ പോലെ ഇരിക്കണം. അവൽ കഴുകിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം തളിച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. അപ്പോഴേക്കും അത് അസലായിട്ട് കുതിർന്ന് കിട്ടി. നമ്മൾ പുട്ടിന് കുഴയ്ക്കുമ്പോൾ പിടിച്ച് നോക്കണ പോലെ കയ്യിൽ ഇതങ്ങനെ ഉരുട്ടി നോക്കുക. എനിക്കിപ്പോൾ ഇതുപോലെ ഉരുണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തിടണ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ വെളിച്ചെണ്ണയും കൂടി വരുമ്പോൾ കറക്റ്റായിരിക്കും. നമുക്ക് വെള്ളം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, വീണ്ടും ഒഴിക്കാം. പക്ഷെ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർക്കാണ്. ഇനി വറുത്തിടുന്നത് എന്തൊക്കെയാന്ന് കാണിക്കാം. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക്, കൂടെ തന്നെ 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ്. ഇത് പൊട്ടി കഴിയണ സമയം കൊണ്ട് നമ്മൾ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. കറിവേപ്പിലയും നല്ല ചെറുതാക്കി തന്നെ അരിയണം കേട്ടോ. ഇഞ്ചി ഒരു ഇടത്തരം വലിപ്പമുള്ള കഷ്ണം, പച്ചമുളക് 2-3 പച്ചമുളക് ചെറുതീയിലിട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊരു മൂത്ത വാസന വരുമല്ലോ, ആ സമയത്ത് കുറച്ച് കായപ്പൊടി കൂടിയിട്ട് ചേർക്കണം. ഇനി ഇതിലേക്ക് കായപ്പൊടി കുറച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുത്തിട്ടതും കൂടി ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. വറുത്തിട്ടതിൻ്റെ ആ ചൂടുണ്ടാവുമല്ലോ, അതൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ അവലുപ്മാവിൻ്റെ വേറൊരു വേർഷൻ പോലെ എന്ന് പറയാം. അവലുപ്മാവിനാന്ന് വെച്ചാൽ വേവിച്ചിട്ടുണ്ടാവുമല്ലോ അവല്. ഇവിടെ എന്ന് പറഞ്ഞാൽ പച്ച അവലായതുകൊണ്ട് ഇതിനെ നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കണ പോലെ നമ്മൾ പിടി എന്ന് പറയില്ല, അതുപോലെ ഉരുട്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ വച്ച് ആവി കയറ്റിയിട്ട് എടുക്കുക. അവലായതുകൊണ്ട് പെട്ടെന്ന് 2 മിനിറ്റൊക്കെ മതിയാവും. ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ ആവിത്തട്ടിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള അവലുണ്ടകൾ വെച്ച് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയത്, ഉപ്പ് ചേർക്കണത് നമ്മൾ പറഞ്ഞില്ല, അത് കാണിക്കാനും വിട്ടുപോയതാണ്. ഉപ്പ് ചേർക്കണം കേട്ടോ. നമ്മൾ ആ അവല് കുഴച്ച് ഉണ്ടയാക്കണ സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.